വയനാട് മേപ്പാടി അട്ടമലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് ബാലന്റെ മൃതദേഹം സംസ്കരിച്ചു. കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് വയനാട്ടിൽ നാളെ UDF ഹർത്താൽ ആചരിക്കും. 35 ദിവസത്തിനിടയിൽ വയനാട്ടിൽ മാത്രം 4 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. ഇന്ന് പുലർച്ചെയാണ് ബാലനെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആരിസം മലയാളം പ്ലാന്റേഷന്റെ തേയില എസ്റ്റേറ്റിനുള്ളിലെ വഴിയിലാണ് ബാലന്റെ മൃതദേഹം കണ്ടത്. ചൂരൽമലയിൽ നിന്നും രാത്രി വീട്ടിലേക്ക് പോയ ബാലനെ രാവിലെ ജോലിക്ക് കാണാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് വഴിയിൽ ആന ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിൽ ബാലന്റെ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സ്ഥിരം വന്യജീവി ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ഒരു ഇടപെടലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒരു പ്രത്യേക രീതി വെച്ച് ഈ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ സംസ്കാര നടപടികൾ കഴിഞ്ഞ ശേഷം അവർ പച്ചവെള്ളം പോലും കുടിക്കുള്ളൂ. അപ്പൊ മറ്റു കാര്യങ്ങൾ ഇത് അധികം വൈകുന്നത് ഒരു ശരിയായ രീതിയല്ല. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? മുണ്ടക്കൈ ദുരന്തത്തിനു ശേഷം അട്ടമല പള്ളിക്ക് സമീപത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലായിരുന്നു ബാലൻ അടക്കമുള്ള ആദിവാസി കുടുംബങ്ങൾ താമസിച്ചിരുന്നത്. അർഹമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ മൃതദേഹം മാറ്റാൻ അനുവദിച്ചില്ല. തുടർന്ന് DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറാൻ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറുന്നതായിരിക്കും. അടുത്ത് ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ട്രൈബൽ വകുപ്പിൽ നിന്നും പിന്നെ ധനസഹായം ഇന്ന് തന്നെ നൽകും. ആവശ്യമായ ധനസഹായം ഇന്ന് തന്നെ നൽകുന്നതായിരിക്കും. ബാക്കി 5 ലക്ഷം രൂപ ഉടനെ തന്നെ കൊടുക്കാനുള്ള സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങളിലെ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി UDF നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അമൃത ന്യൂസ്, വയനാട്.